നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മാലിദ്വീപിൽ നിന്നുള്ള പ്രവാസികളുമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ INS ജലാശ്വ കൊച്ചി തുറമുഖത്തെത്തി. 440 മലയാളികൾ ഉൾപ്പെടെ 698 യാത്രക്കാരാണ് കപ്പലിലുള്ളത്. മലയാളികൾക്ക് പുറമെ 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കപ്പലിലുണ്ട്. കോവിഡ് ലോക്ക്ഡൌണിൽപ്പെട്ട പ്രവാസികളെ തിരിച്ചെത്തിക്കാനുള്ള ഓപ്പറേഷൻ സമുദ്രസേതുവിലെ ആദ്യ ദൗത്യമാണിത്. വെള്ളിയാഴ്ചയാണ് കപ്പൽ മാലിദ്വീപിൽ നിന്ന് പുറപ്പെട്ടത്. 595 പുരുഷന്മാർ, 103 സ്ത്രീകൾ, 10 വയസ്സിൽ താഴെയുള്ള 14 കുട്ടികൾ എന്നിങ്ങനെയാണ് കപ്പലിലുള്ളവർ. 19 ഗർഭിണികളും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കടൽമാർഗം പ്രവാസികളെ മടക്കിക്കൊണ്ടുവരുന്നതിന് ആവിഷ്കരിച്ച ഓപ്പറേഷൻ സമുദ്രസേതുവിന്റെ ഭാഗമായ ആദ്യ കപ്പലാണ് മാലദ്വീപിൽ നിന്നും എത്തുന്നത്. COVID-19 പ്രതിസന്ധിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരാണ് കപ്പലിൽ യാത്ര ചെയ്യുന്ന 633 പേർ. അവരെ സുരക്ഷിതരായി ക്വാറന്റീൻ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് ആരോഗ്യവകുപ്പ് വിപുലമായ തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കും. കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും അല്ലാത്തവർക്കുമായി പ്രത്യേക സംവിധാനങ്ങൾ തുറമുഖത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. 3 ക്ലസ്റ്ററുകളായാണ് പ്രവർത്തനങ്ങൾ. കോവിഡ് ബാധിതരല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് യാത്ര ആരംഭിച്ചതെങ്കിലും യാത്രക്കിടയിൽ കോവിഡ് ലക്ഷണങ്ങളുള്ള ആളുകളെ തുറമുഖത്തെത്തിക്കുമ്പോൾ തന്നെ ഐസൊലേഷൻ ഏരിയയിലേക്ക് മാറ്റും. സുരക്ഷാ വസ്ത്രങ്ങൾ ധരിച്ച പോലീസുകാരുടെ സഹായത്തോടെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കുമായിരിക്കും ഇവരെ പരിശോധനയ്ക്കും തുടർന്നുള്ള നിരീക്ഷണത്തിനുമായി എത്തിക്കുന്നത്. കോവിഡ് അല്ലാത്ത മറ്റു രോഗങ്ങളുള്ള യാത്രക്കാരുടെ ആരോഗ്യകാര്യങ്ങൾ പരിശോധിക്കാനുള്ള ചുമതല പോർട്ട് ട്രസ്റ്റ് ആശുപത്രിക്കാണ്. ഇവരെ നിരീക്ഷിക്കാനും വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് ഉറപ്പാക്കാനും ഒരു ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം മെച്ചപ്പെടുകയാണെങ്കിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അതാത് ജില്ലകളിലെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ അതിനായി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്യും. യാതൊരു തരം രോഗലക്ഷണങ്ങളും ഇല്ലാത്തവർക്ക് സാധാരണ തരത്തിലുള്ള പരിശോധന പൂർത്തിയാക്കി അതാത് ജില്ലകളിലെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. വിദേശത്ത് നിന്നെത്തുന്ന ആളുകളുമായി ഇടപഴകുന്ന ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ കൂടി ഉറപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ. യാത്രക്കാരുമായി ഇടപഴകുന്ന എല്ലാവർക്കും PPE കിറ്റുകൾ ഉൾപ്പെടെ ഉറപ്പാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ ഇമിഗ്രേഷൻ നടപടികൾ കഴിവതും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. വെള്ളിയാഴ്ച മാലദ്വീപിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ കൊച്ചി പോർട്ട് ട്രസ്റ്റിന്റെ സാമുദ്രിക ടെർമിനലിലാണ് എത്തിയത്. INS ജലാശ്വയ്ക്ക് പുറമെ INS മഗർ കപ്പലിലും പ്രവാസികളെ കൊണ്ടുവരാൻ മാലദ്വീപിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.